ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഡൈനിറ്റിയുടെ 8-ഇഞ്ച് വൂഫറായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റബ്ബർ ബീഡിങ് പൊട്ടി പോകാറുണ്ട്. സാധാരണ ഇതുപോലെ പൊട്ടി പോകാറുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ള ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇതേപോലെ പൊട്ടിയിട്ട് കൊടുന്ന് വെച്ചാണ് കുറച്ച് നാളായി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളത് പേപ്പറൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് നമ്മൾ പശകൾ ഉപയോഗിക്കുമ്പോൾ ഫ്ലക്സ് ഗമ്മ്, അതേപോലെ വേറെ പശകളൊന്നും ഉപയോഗിക്കരുത്. ഫ്ലക്സ് ഗമ്മൊക്കെ വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ സൺബോണ്ട് അങ്ങനെയുള്ള പശകൾ വെച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കില്ല. അപ്പോൾ സൺബോണ്ടൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഈ സൈഡിലത്തെ ബീഡി റബ്ബർ ഇരുമ്പിൻ്റെ മേക്ക് ഒട്ടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് നമ്മളിത് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് കറക്റ്റ് സ്റ്റഡിയാക്കി പിടിച്ചിട്ട് തന്നെ ഒട്ടിക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ പേജിൽ ഒന്ന് കയറി കാണുക. അപ്പോൾ ഒരുവിധം സബ് ആംപ്ലിഫയറുകൾ, അങ്ങനെയുള്ള ആംപ്ലിഫയറുകൾ അസംബ്ലി ചെയ്യുന്നതും ശരിയാക്കുന്നതായ വീഡിയോകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇനി. അപ്പോൾ നിങ്ങളിനെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കണം എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോഴത്തെ ഇതിൻ്റെ മീതെ ഫുള്ള് സിൽവർ കളറാവുക. അപ്പോൾ ആ കളറൊക്കെ ഇളകിപ്പോയി. അപ്പോൾ ഇളകി പോകണതിൻ്റെ അപ്പോൾ ഇവിടുത്തെ പശയും വിട്ടിട്ട് ഇത് വിട്ട് പോന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് പൊളിച്ചിട്ട് രണ്ടാമത് ഒട്ടിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പഴയ വർക്കിംഗ് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പശയാണ് ഉപയോഗിക്കുന്നത്, റാൾഡൈറ്റ് 5 മിനിറ്റിൽ ഒട്ടണത്. അപ്പോൾ ഈ പശയാണ് ഏറ്റവും ബെറ്റർ സാധനം ഇതിൻ്റെ ഇങ്ങനത്തെ റബ്ബറിൻ്റെ സാധനങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കോയിൽ നമ്മൾ ഒട്ടിക്കുമ്പോഴും, കോയിലിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഒട്ടിക്കുമ്പോഴും, ഇതിൻ്റെ ഉൾവശം ഒട്ടിക്കുമ്പോഴും, ഈ ഡൈഫ്രം ഇതും കൂടിയിട്ട് ഒട്ടിക്കുമ്പോഴും, സ്പൈഡർ ഇതും കൂടിയിട്ട് ഒട്ടിക്കുമ്പോഴും നമ്മൾ ഈ പശ തന്നെ ഉപയോഗിക്കുക. അപ്പോഴാണ് കറക്റ്റ് കോയിൽ ചെരിയാണ്ട് കറക്റ്റ് സ്റ്റഡി ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ വേറെ ഏതെങ്കിലും പശ വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല അത്. അപ്പോൾ നമുക്കത് ഒട്ടിക്കാം ക്ലിയറായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഫുള്ളായിട്ട് ഇതേപോലെ പൊളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ഭാഗവും ഇട്ട് പോന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം പോലും ഒഴിവില്ല, ഫുള്ളായിട്ട് പൊളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ പശ തേച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഈ പശ രണ്ടും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അതിലേക്ക് കറക്റ്റായിട്ട് രണ്ടും ഒരേപോലെ എടുത്തിട്ട് വന്നിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ ഇതുപോലത്തെ 2 ട്യൂബാണ് ഇതിൽ വരിക. അപ്പോൾ നമ്മളത് ഊരുക. അപ്പോൾ അതിനെ ഇതേപോലെ സീൽ ചെയ്തിട്ടുണ്ടാവും ഫുള്ളായിട്ട്. അപ്പോൾ അതിൻ്റെ മൂടിയുടെ ബാക്ക് വശം കൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഹോളാവും കറക്റ്റായിട്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്മൾ അതേപോലെ തന്നെ കറക്റ്റായിട്ട് നോക്കുക. ഈ മൂടിയുടെ ബാക്കിലത്തെ ഈ പിന്നുകൊണ്ട് തന്നെ കുത്തുക. എന്നതിന് ശേഷം വല്ല ചട്ടക്കടലാസോ എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പശ എടുക്കുക. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരെണ്ണം ഈ വൈറ്റിലത്തെ എടുത്ത പോലെ തന്നെ നമ്മൾ ഈ ബ്ലൂവിലത്തെയും നമ്മൾ ഒരേപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് മിക്സിങ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത് നോക്കി അളവ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ രണ്ടും ഏകദേശം സെയിം അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടും ഏകദേശം സെയിം അളവിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പേപ്പർ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാൻ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറാണ് എടുത്തിട്ടുള്ളത്. അത് പെട്ടെന്ന് സെറ്റാവും. അതിന് മുന്നേ നമ്മളിത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മളത് അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ തേക്കണത്. അപ്പോൾ അത്യാവശ്യത്തിന് മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വൂഫർ മെല്ലാണ്ട് എടുത്തേക്ക് നീക്കിക്കുക. അതിൻ്റെ പേപ്പറിന് മീതെ കറക്റ്റ് ചെയ്തിട്ട് തേക്കുക. അതിപ്പോൾ കൈ കൊണ്ട് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കയ്യിന് മീന്ന് വേറിട്ട് പോകും ഈ പശ. അത് ചരണ്ടി കളഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നതാണ്. അപ്പോൾ കൈ കൊണ്ട് തേക്കുക ഏറ്റവും ബെറ്റർ. എന്താ കാരണം എന്നാൽ അപ്പോൾ ക്ലിയറായിട്ട് എല്ലായിടത്തേക്കും എത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ പശ തേക്കുക. പെട്ടെന്ന് തേച്ചില്ലെങ്കിൽ സാധനം പെട്ടെന്ന് സെറ്റാവും, പശ കട്ടായി പോവും. അപ്പോൾ കട്ടാവണായിട്ട് മുന്നേ നമ്മൾ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ പശകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മാത്രം മിക്സ് ചെയ്യാൻ പാടുള്ളൂ. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഉപകാരത്തിൽ പെട്ടില്ല. അത് ഫുള്ളായിട്ട് കട്ടായിട്ട് പോവും. പിന്നെ നമുക്ക് വേറെ ഒന്നും തേക്കാനും ഒന്നിനും പറ്റില്ല. നമ്മൾ ഫുള്ളായിട്ട് പശ തേക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഏകദേശം 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ പശ നമ്മൾ എടുത്തത് ഏകദേശം കറക്റ്റ് തന്നെയാണ്. പശ എടുത്തത് ഏകദേശം കഴിഞ്ഞു. നമ്മളെല്ലാ ഭാഗത്തേക്കും പശ എത്തിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ റബ്ബറിൻ്റെ ബീഡിങ് അതേപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ഇനി ബാക്ക് സൈഡ് നമ്മളൊന്ന് സെറ്റാക്കി വെക്കണം. ഇതേപോലത്തെ ചെറിയ ഇൻസുലേഷൻ ടൈപ്പിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മളിത് കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ പ്രസ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ റബ്ബർ ബീഡിങ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കുക. ഇനി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എല്ലാ ഭാഗത്തും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഒട്ടിക്കണം. അപ്പോഴാണത് അതിലേക്ക് പ്രസ്സായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് വിട്ടിട്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ തേച്ച പശയ്ക്ക് ഉപകാരം ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടി പിടിക്കില്ല. അപ്പോൾ അതങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ഉള്ളിൽ കൂടെ കൈ വെച്ചിട്ട് വേണം ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻസുലേഷൻ ടൈപ്പ് വെക്കുമ്പോൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ പശ പുറത്തേക്ക് വന്നു കൊടുത്ത് അധികം വെക്കാണ്ടിരിക്കുക. എന്താ കാരണം എന്നാൽ പശയുടെ കൂടെ അത് ഒട്ടി പിടിക്കും. അപ്പോൾ അത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെക്കുക. അപ്പോൾ നമ്മളെല്ലാ ഭാഗത്തും ഒരേപോലെ ഒട്ടിച്ചേക്കണത്. അപ്പോൾ ഒരുവിധം എല്ലാ ഭാഗത്തും നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ എല്ലാ ഒട്ടാത്ത ഭാഗത്തൊക്കെ നമ്മൾ അതേപോലെ ഇൻസുലേഷൻ ടൈപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചേക്കുക. ബീഡിങ്ങും പേപ്പറും കൂടിയിട്ട് റബ്ബർ ബീഡിങ്ങും ഈ പേപ്പറും കൂടിയിട്ട് സെറ്റ് ആവാത്തോടത്ത് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് കറക്റ്റായിട്ട് മുട്ടിച്ചേക്കുക. എന്നിട്ട് ബാക്ക് വശം നോക്കുക പശ എല്ലായിടത്തും ആയിട്ടുണ്ടോന്ന്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് വെക്കുക. പശ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പിടിക്കുള്ളൂ, അല്ലെങ്കിൽ പിടിക്കില്ല. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും പശയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്നിങ്ങനെ പിടിക്കുക. എന്നിട്ടൊന്ന് മെല്ലെ പേപ്പറൊന്ന് അതിന് മേക്കൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ സാധനം സെറ്റാവും. അപ്പോൾ ഇനി നമുക്കത് സെറ്റായതിന് ശേഷം നോക്കാം. നമ്മളിപ്പോൾ അത് അമർത്തി പിടിക്കണമെന്നില്ല. എന്തെങ്കിലും ചെറിയ വെയിറ്റ് എന്തെങ്കിലും കയറ്റിച്ചാൽ മതി. പ്രത്യേകിച്ച് വലിയ സാധനങ്ങൾ കനം കൂടിയൊന്നും കയറ്റിക്കണമെന്നില്ല. ചെറുപക സാധനങ്ങൾ എന്തെങ്കിലും കയറ്റിക്കുന്നതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. ഉണങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്തതിലൊന്ന് തൊട്ടൊക്കെയാൽ മതി. ഇപ്പോൾ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പശ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ ഏകദേശം സെറ്റാവാറായി തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടില്ല നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ട്. അപ്പോൾ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇൻസുലേഷൻ ടൈപ്പ് ഓരോന്നോരോന്നും മെല്ലെ പറിച്ചെടുക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ അതേപോലെയൊക്കെ ചെറുതായിട്ട് ഗ്യാപ്പ് കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് സൈഡിൽ മീത് ഒട്ടി പിടിച്ച് സെറ്റാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങാനായിട്ട് മുന്നേ തന്നെ നമ്മൾ ഈ ഇൻസുലേഷൻ ടൈപ്പ് പറിച്ചെടുക്കുക. അതിൻ്റെ ഗ്യാപ്പ് കൂടെ പശ വന്നിട്ട് അങ്ങനെ നിൽക്കണമെങ്കിൽ ഇൻസുലേഷൻ ടൈപ്പിൻ്റെ മീത് ഒട്ടി പിടിക്കും. അപ്പോൾ അത് ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റില്ല. ഇൻസുലേഷൻ ടൈപ്പ് അവിടെ സെറ്റാവും അതിൻ്റെ ഒപ്പം. അപ്പോൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫുള്ളായിട്ട് ഉണങ്ങാനായിട്ട് മുന്നേ നമ്മളത് ഊരിയെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇതൊക്കെ എല്ലാ സൈഡും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻസുലേഷൻ ടൈപ്പുകളൊക്കെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1 മണിയുള്ള ഊരാൻ അതങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഭാഗവും ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ പഴയ പോലെ ബീഡിങ് റബ്ബറും ഇതും തമ്മിൽ ഇതൊന്നുമില്ല. അപ്പോൾ സെറ്റായി സാധനം കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഞാൻ വർക്കിംഗ് കാണിക്കുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കാണിക്കണതാണ്. അപ്പോൾ ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന സാധനം തന്നെയാണ്. അപ്പം ഇനി ഇത് നമുക്ക് ഇനി വണ്ടിയിൽ സെറ്റ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ അത് ആൾ വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ഒരു ദിവസം ഇരുന്നതിൻ്റെ ശേഷം വർക്ക് ചെയ്യിക്കുക നല്ലത്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ 12 മണിക്കൂറൊക്കെ കൊടുക്കുകയാണ് നല്ലത്. റെഗുലേറ്റ് 24 മണിക്കൂറുണ്ട്, 5 മിനിറ്റിൻ്റെ ഉണ്ട്, 2 സമയത്ത് ഒട്ടണതുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടണമാണ്. പക്ഷെ പറഞ്ഞിട്ടല്ലേ നമ്മളെന്നാലും ഒരു 2-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒന്ന് പശയൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.